എല്ലാവർക്കും യുവമേരി ടോക്സിലേക്ക് സ്വാഗതം. യോഹന്നാൻ 6:56. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവന് നിത്യജീവൻ ഉണ്ടാകും. വീണ്ടും ഈശോ പറയാണ് യോഹന്നാൻ 6:44 എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 6:48 ഞാൻ ജീവന്റെ അപ്പമാണ്. യോഹന്നാൻ 6:51 സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ദൈവവചനമാണ് നാം ശ്രമിച്ചത്. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. യേശു കണ്ണുയർത്തി നോക്കിയപ്പോഴത്തേനും ധാരാളം ജനങ്ങള് യേശുവിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ വചനം കേട്ട് അവരും മടുത്തു. അപ്പൊ ഫിലിപ്പോസ് ചോദിച്ചു, ഇവർക്കെല്ലാം നാം എവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? അപ്പൊ ഫിലിപ്പോസ് പറഞ്ഞു, ഒരു കുട്ടിയുടെ കയ്യില് 5 ബാർലിയപ്പവും 2 മീനുമുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു അത് കൊണ്ടുവരാൻ. ഈശോ അതിനെ വർദ്ധിപ്പിച്ച് ആ ജനങ്ങൾക്കെല്ലാം കൊടുത്ത് മിച്ചം വന്നത് 12 കുട്ടയുണ്ടായിരുന്നു. അപ്പോൾ യേശുവിന് നമ്മൾ ഒരപ്പം യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ യേശുവിന് അത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. യേശുവിന് അപ്പം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ ഈശോ കടലിന്റെ മീതെ നടക്കുന്നു. വെള്ളത്തിന് മീതെ, കടലിന് മീതെ അല്ല, കടലിന്റെ മീതെ വെള്ളത്തിൽ കൂടി യേശുവിനെ തന്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ കടലിൽ കൂടി കപ്പൽ പോകുമ്പോൾ കടലിലെ വെള്ളമല്ല മാറ്റം ഉണ്ടാകുന്നത്, ആ കപ്പലിനാണ് വെള്ളത്തിൽ കൂടി പോകാൻ വേണ്ടി മാറ്റം ഉണ്ടാക്കുന്നത്. അതുപോലെ യേശു തന്റെ ശരീരം മാറ്റം വരുത്താൻ യേശുവിന് സാധിക്കും. അങ്ങനെയാണ് ഈശോ കടലിൽ കൂടി വെള്ളത്തിന് മീതെ നടന്നത്. പക്ഷെ അപ്പസ്തോലന്മാര് നടന്നപ്പോൾ അവര് താഴ്ന്നുപോയി. പത്രോസ് താഴ്ന്നുപോയി. ഈശോയ്ക്ക് വെള്ളത്തിന് മീതെ നടക്കാൻ സാധിക്കും. അതുപോലെ സെഹിയോൻ ശാലയില് ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അതുപോലെ തന്നെ വീഞ്ഞ് എടുത്ത് വാഴ്ത്തി, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരാരും ഈശോയെ എതിർത്തില്ല. ഈശോയെ ഒറ്റപ്പെടുത്ത യൂദാസ് കറിയോത്ത പോലും ഈശോയെ എതിർത്തില്ല. കാരണം അവർക്കറിയാം ഈശോയുടെ ശരീരവും രക്തവുമാണ് ഈശോ മനുഷ്യർക്ക് വേണ്ടി തരുന്നത്. ഈശോ അത്രമാത്രം ശിഷ്യന്മാരെയും ജനങ്ങളെയും എല്ലാം സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് അവരൊന്നും പ്രതികരിച്ചില്ല. കഫർനാമില് ജനം യേശുവിനെ അന്വേഷിച്ചെത്തുമ്പോൾ യേശു പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം, ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല എന്ന് യേശു കഫർനാമിൽ പറയാണ്. അപ്പൊ കഫർനാമിലുള്ള പുരോഹിതന്മാരും ടീച്ചർമാരും ഒക്കെ പറയാണ്, ഇവനാ ജോസഫിന്റെ മകനല്ലേ, ഇവന്റെ ശരീരം എങ്ങനെയാണ് ഭക്ഷിക്കുന്നത്, ഇവന്റെ രക്തം എങ്ങനെയാണ് പാനം ചെയ്യുന്നത്? അങ്ങനെ പറഞ്ഞ് അവർ യേശുവിനെ കളിയാക്കുകയാണ്. അപ്പോൾ നമ്മളും യേശുവിന്റെ ശരീരം അനുദിനം ഭക്ഷിക്കാൻ പറ്റിയെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും യേശുവിന്റെ ശരീരം വൈദികനോട് ചേർന്ന് നമ്മളും ഉറക്കെ പാടുകയും പ്രാർത്ഥനാ ഭാഗങ്ങളൊക്കെ ഉറക്കെ ചെല്ലുകയും ചെയ്യണം. ഭക്തിപൂർവ്വം നമ്മൾ ബലി അർപ്പിക്കണം. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും സകല മാലാഖമാരും ഒക്കെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദർശനത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ഈ ബലിയിൽ സന്നിഹിതരാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും പറ്റിയെങ്കിൽ ബലി അർപ്പിക്കാം. ഞായറാഴ്ചകളിൽ എങ്കിലും കടമുള്ള ദിവസമാണ് നമ്മൾ ബലി അർപ്പിക്കണം. നമ്മൾ വളരെ വിശുദ്ധിയോടെ ഈശോയുടെ ശരീരം സ്വീകരിക്കണം.
യുവജനങ്ങളെ ഒക്കെ നിർബന്ധിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെയും കൂടെ എല്ലാ ഞായറാഴ്ചകളിലും ബലിയർപ്പിക്കാനായിട്ട് അവരെയും കൊണ്ടുപോകണം. വൈദികൻ ആ കാഴ്ചവസ്തു ഉയർത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വേദനകളും നമുക്ക് എന്താണോ നമുക്ക് ഉള്ളത് നമ്മളെ പൂർണ്ണമായും കാഴ്ചയായി യേശുവിന് സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്മ നിറഞ്ഞറിഞ്ഞ ചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്കും അനുദിനം ബലിയർപ്പിക്കുവാനും ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാനുമുള്ള യോഗ്യത ഞങ്ങൾക്ക് തരണമേ. പാപികളും ബലഹീനരുമായ ഞങ്ങളെ പാപമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അതുപോലെ ഞങ്ങളുടെ ഭവനത്തിലും ലോകം മുഴുവനിലുള്ള എല്ലാ യുവജനങ്ങളും അവരും സാമ്പത്തെങ്കിലും വിശുദ്ധമായി ആചരിക്കുവാനും ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് ബലിയർപ്പിക്കുവാനും ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാനും അമ്മ ഞങ്ങളുടെ യുവാക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.